Hello guys, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ മിക്കവർക്കും റെസ്യൂമേസ് ക്രിയേറ്റ് ചെയ്യേണ്ട സാഹചര്യം വരാറുണ്ട്. അപ്പോൾ അതിൽ പ്രൊഫഷണൽ രീതിയിലുള്ള ഒരു ഫോട്ടോ ആഡ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു റെസ്യൂമേ കാണാൻ കുറച്ചും കൂടെ ഐ അപ്പീൽ ആയിരിക്കും. പ്രൊഫഷണൽ ലെവലിലുള്ള ഫോട്ടോസ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് കോട്ട് ടൈ ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഇമേജസ് ആണ്. പക്ഷേ നമ്മുടെ പലരുടെയും കയ്യിൽ അങ്ങനെ ഒരു പ്രൊഫഷണൽ ടച്ചുള്ള അല്ലെങ്കിൽ പ്രൊഫഷണൽ ലെവലിലുള്ള ഡ്രസ്സസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിരിക്കത്തില്ല. അപ്പോൾ പലരും ചെയ്യുന്നത് പുറത്ത് സ്റ്റുഡിയോകളിൽ ചെന്നിട്ട് ക്യാഷ് കൊടുത്ത് ഫോട്ടോസ് എഡിറ്റ് ചെയ്ത് വാങ്ങിക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇനി അത് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല, കാരണം ഫോട്ടോഷോപ്പിൽ എഡിറ്റ് ചെയ്ത് കിട്ടുന്ന ഇമേജസ് ആണെങ്കിൽ കുറച്ചും കൂടെ പ്രൊഫഷണൽ ലെവലായിരിക്കും. പക്ഷേ ഈ ഒരു ഇമേജ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ തന്നെ എഡിറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ എങ്ങനെ ഒരു പ്രൊഫഷണൽ ലെവലിൽ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്തെടുക്കാമെന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു പ്രൊഫഷണൽ ടച്ചുള്ള ഇമേജ് നമ്മൾ എഡിറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ്. സോ ഇതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന പിക്സാർട്ട് എന്നൊരു ആപ്ലിക്കേഷനാണ്. ഇത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഇത് നമുക്ക് ഫോട്ടോഷോപ്പിലാണ് എഡിറ്റ് ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടെ ഒറിജിനാലിറ്റി ഉണ്ടായിരിക്കും. പക്ഷേ പലരുടെയും കയ്യിൽ ഫോട്ടോഷോപ്പ് ചിലപ്പോൾ ഉണ്ടാകാൻ ചാൻസ് കുറവാണ്. അതുകൂടാതെ തന്നെ അത് കുറച്ചും കൂടെ അഡ്വാൻസ് ലെവലായതുകൊണ്ട് പലർക്കും അത് ചെയ്യാൻ പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഈ പിക്സാർട്ട് എന്നൊരു ആപ്ലിക്കേഷൻ എടുത്തേക്കുന്നത്. ഇതാകുമ്പോൾ വളരെ സിമ്പിളാണ്. ഫോട്ടോ നമുക്ക് അത്യാവശ്യം നല്ലൊരു രീതിയിൽ തന്നെ എഡിറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ പിക്സാർട്ട് ഓപ്പൺ ചെയ്ത് ഇതിലൊരു വൈറ്റ് കളറിലൊരു ക്യാൻവാസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതൊരു സ്ക്വയർ ക്യാൻവാസാണ് ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇതിന് ശേഷം നമുക്ക് രണ്ട് ഫോട്ടോസ് വേണം. നമ്മുടെ തന്നെ ഒരു ഫോട്ടോ, ഒരു പ്രൊഫഷണൽ ഔട്ട്ഫിറ്റ്. അത് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ പല മോഡലുള്ള ഔട്ട്ഫിറ്റ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഏതായാലും ഞാനിപ്പോൾ ഒരെണ്ണം ചൂസ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ചൂസ് ചെയ്തിരിക്കുന്നത് PNG അല്ല, JPG ആണ്. കാരണം PNG ആണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവത്തില്ല. പക്ഷേ ഞാനിപ്പോൾ ഈ ചൂസ് ചെയ്തിരുന്ന ഒരു ഔട്ട്ഫിറ്റ് എന്ന് വെച്ചാൽ അത് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഇമേജാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏത് പാർട്ടാണ് വേണ്ടത് അത് ക്രോപ്പ് ചെയ്തെടുക്കുക. അതിനായിട്ട് നിങ്ങൾ ഫസ്റ്റ് സ്യൂട്ട് സെലക്ട് ചെയ്യുക. സ്യൂട്ടിൻ്റെ നിങ്ങൾക്ക് ഏത് പോർഷനാണ് വേണ്ടത് ആ പോർഷൻ അത്രയും ക്രോപ്പ് ചെയ്തെടുക്കുക. സെക്കൻഡ് നിങ്ങളുടെ ഫോട്ടോ എടുക്കുക. ഫോട്ടോയുടെ നിങ്ങൾക്ക് എത്ര ഫ്രെയിം വരെയാണ് വേണ്ടത് അതൊന്ന് ക്രോപ്പ് ചെയ്തെടുക്കുക. ശേഷം നിങ്ങൾ വീണ്ടും ആ കോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മേളിലൊരു ഐക്കൺ കാണാൻ പറ്റും, ഒരു ഇറേസർ ഐക്കണും പിന്നെ ഒരു ലെയർ ഐക്കണും. അതിൽ നിങ്ങൾ ലെയർ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മേളിലായിട്ടൊരു ആരോ ഉണ്ടാവും, മൂവ് അപ്പ് എന്നാണ് അതിൽ എഴുതിയിട്ടുണ്ടാവുക. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ വീണ്ടും ആ കോട്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് എത്ര സൈസിലാണ് വേണ്ടത് ആ ഒരു സൈസിൽ ആ കോട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അതിനുശേഷം മേളിൽ ഇറേസർ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ അതിൻ്റെ ബ്രഷ് സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ബ്രഷിൻ്റെ സൈസ് നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം, അത് യൂസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. അതിനുശേഷം നിങ്ങൾ ആ ഒരു കോട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇറേസ് ചെയ്ത് തുടങ്ങുക.
റൈറ്റ് കോർണറിൽ ഒരു ആരോ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ രണ്ടാമതായിട്ട് ഗാലറി എന്നൊരു ഓപ്ഷൻ ഉണ്ട്, നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഡണ്ണ് ക്ലിക്ക് ചെയ്യുക. സോ നമ്മുടെ ഫോട്ടോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഫോട്ടോ നമുക്ക് റെസ്യൂമേലൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. റെസ്യൂമേലൊക്കെ നമ്മൾ ചെറിയൊരു സൈസിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് ഇത് എഡിറ്റ് ചെയ്തെടുത്താന്ന് മനസ്സിലാവത്തില്ല. ഇനി നിങ്ങളൊരു വലിയൊരു പോസ്റ്ററിൻ്റെ കാര്യത്തിനൊക്കെയാണ് യൂസ് ചെയ്യുമെങ്കിൽ ഉറപ്പായിട്ടും ഫോട്ടോഷോപ്പ് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അതല്ലെങ്കിൽ പ്രൊഫഷണൽ രീതിയിലായിട്ട് തന്നെ പോകുന്നതായിരിക്കും നല്ലത്. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടെ സമയമുണ്ടെങ്കിൽ ഈ ഒരു പിക്സാർട്ടിൽ തന്നെ ഇരുന്ന് സമയമെടുത്ത് കെയർഫുള്ളായിട്ട് ഇത് മൊത്തം ഒന്ന് എഡിറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ല പ്രൊഫഷണൽ രീതിയിൽ കിട്ടും. സോ ഈ ഒരു ഫോട്ടോ നമുക്കിനി റെസ്യൂമേഴ്സ് അല്ലെങ്കിൽ സാധാരണ രീതിയിൽ ഫോട്ടോ പാസ്പോർട്ട് സൈസിൽ ഫോട്ടോയിലൊക്കെ നമുക്ക് പ്രിൻറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യാവുന്നതാണ്. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കുക. ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ.